കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ശിവദാസനെ ജയിലിലിട്ട് തീർക്കാൻ പഠിച്ച പണി 18 നോക്കി. തലനാരിഴക്കിയ ശിവദാസന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. എന്നിട്ട് എന്തായി? കിട്ടിയ ജീവൻ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ശിവദാസൻ തന്നെ സ്വയം അങ്ങ് മടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പൊ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. ഇത് തന്നെ ചിന്നുവിന്റെ കാര്യത്തിലും സംഭവിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുമോള് നീക്കി കഴിഞ്ഞു. ഈ പെൺപിള്ളാരുടെ മനസ്സിൽ ഈ പ്രായത്തിൽ പ്രേമം കയറി കൂടിയാലുണ്ടല്ലോ, അത് പറിച്ചു കളയുന്നതോടൊപ്പം ചങ്കും കുടിഞ്ഞു പോരും. പിന്നെ ഒരു തുണ്ട് കയറിൽ തൂങ്ങി ആടുന്നതാണ് എന്റെ ക്ലൈമാക്സ്. അതിനുള്ള തിരക്കഥയൊക്കെ കുഞ്ഞുങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി മഹിയും മന്ത്രിയുടെ മോളും തമ്മിലുള്ള കല്യാണ നിശ്ചയം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം. അതേ കുഞ്ഞോളെ, ആ ഫോൺ എടുത്ത് മന്ത്രിയെ ഒന്ന് വിളിക്കുക. അച്ഛാ, ഞാൻ അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. വാടാ ചേട്ടനൊന്ന് നിന്നേ. എന്താ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ പുറത്തേക്കൊന്ന് പോയി. ആ പുറത്ത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് അവകാശപ്പെട്ട ചോദ്യം തന്നെയാണ്. പക്ഷേ ഞാനത് നിന്നോട് കൃത്യമായിട്ട് പറയണമെങ്കിൽ നീ എവിടെയാണ് പോകുന്നതെന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞ് ശീലിച്ചിരിക്കണം. അടിയ പിന്നെ സാഹിത്യം തുടങ്ങിയല്ലോ. ജഗ, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ നിനക്ക് മനസ്സിലായോ? അല്ല, ഈ ഭാഷയൊന്നും മനസ്സിലാവാത്തോട് ചോദിച്ചതാ. ഭദ്രമാമന് മനസ്സിലായില്ലേ? പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. എന്തു മനസ്സിലായി? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് മതി, അത് മതി. നിങ്ങൾ എന്തിനാ ആ ചിന്നുവിന് വേണ്ടി പ്രിൻസിപ്പലിനെ വിളിച്ചത്? നീ ഒരു പിടിയാനെ പോലെ തലയുയർത്തി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചോദിക്കാനാണോ. അടിയൻ കാണിച്ച ഒരു തരത്തിൽ ചെറ്റുതരവാ, പറയാതിരിക്കാൻ വയ്യ. ഭദ്ര, ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടമനുസരിച്ചാ. പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത അളിയൻ എന്നെ ഉപദേശിക്കാൻ തക്ക വിധത്തിൽ വളരുമ്പോ ഞാനത് അറിയിക്കാം. അന്നു മതി അളിയന്റെ ഉപദേശം. അല്ലെങ്കിൽ എന്റെ ചെലവിൽ ഒരു വീൽ ചെയർ ഓർഡർ ചെയ്ത് വെച്ചിട്ട് വേണം എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ. മനസ്സിലായോ? ഇനി നിന്നെ പോലൊരു ചെറ്റയ്ക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പറയാം. ആവശ്യമില്ലാതെ എന്റെ നേർക്ക് നിന്റെ ഈ നാവ് ഉയർന്നാലുണ്ടല്ലോ, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായടാ? ഇങ്ങനെ പറഞ്ഞ എനിക്ക് കാര്യം മനസ്സിലാവൂലേ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ ഭദ്രമാമ? എല്ലാം ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി എന്റെ ഭാര്യ കേൾക്കാനാ ഞാൻ പറയുന്നത്. ചിന്നുവിന് അഡ്മിഷൻ കിട്ടി. അവളുടെ ഗാർഡിയനായിട്ട് ചന്ദ്രലേക്ക് വിട്ടത് ഞാനാ. എനിക്കൊന്ന് കുളിക്കണം. കൊച്ചനെ, നിന്റെ അച്ഛൻ? അതെ, ഇതാണ് എന്റെ അച്ഛൻ. എവിടെയായിരുന്നു? ഞാൻ ചിന്നുവിന്റെ കോളേജ് വരെ. കൊള്ളാം. ചിന്നുവിന്റെ കോളേജ് വരെ പോയത്രേ. നീയും അവിടെ ഒരു അഡ്മിഷൻ തരപ്പെടുത്താത്തത് എന്താ? കണ്ണും കൈയും കാണിച്ച് അഡ്മിഷൻ തരപ്പെടുത്തിയെടുക്കാൻ നീ മിടുക്കിയാണല്ലോ. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ നിൽക്കുക നീയല്ലേ? ഒരു കാര്യം ചെയ്, ഇനി നാളെ മുതല് നീയൊക്കെ രാവിലെ അങ്ങ് ചുറ്റാൻ ഇറങ്ങിക്കും. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും അത്താഴവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാം. എപ്പോഴാണെന്ന് വെച്ചാ തമ്പുരാട്ടികൾ വന്ന മാമൂണ് തരാം. അമ്മേ. ഓ
വക്കീല് വന്നല്ലോ നിനക്ക് വക്കാലത്ത് പിടിക്കാൻ. ചിന്നുന്റെ ഗാർഡിയനായി ആരെങ്കിലും പോണോന്ന് പറഞ്ഞപ്പോ ഹ, നീ അങ്ങ് ഗാർഡിയനായി. അവളുടെ തന്തയും തള്ളയും ചത്തിട്ടൊന്നുമില്ലല്ലോ. തന്ത ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ജയിൽവാസം അനുഭവിക്കുകയാണെന്നും കോളേജുകാരറിഞ്ഞാൽ നാണക്കേടാണല്ലോ. ആ സീത എന്താ അവളുടെ സ്റ്റാറ്റസിന് ചേരുന്നില്ലേ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഹ, ഞാൻ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥം. ഞാനിവിടെ അടുക്കളപ്പണിക്ക് ആളിനെ നിർത്തിയിരിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സമയത്തിനും നേരത്തിനും ഭക്ഷണം കഴിക്കാനാ, അല്ലാതെ കോളേജിൽ നിറങ്ങാനല്ല. അതിന് പറ്റാത്തവർക്ക് ഇന്നത്തോടെ പണി മതിയാക്കി പോകാം. നല്ല മര്യാദയ്ക്ക് പാചകം ചെയ്യാൻ അറിയുന്നവരെ ഞാൻ വെച്ചോളാം. അമ്മേ, ചിന്നുവിന്റെ കോളേജ് വരെ ചന്ദ്രാമെന്ന് പോയതിനാണോ അമ്മ കിടന്ന് വെറുതെ ബഹളം വെക്കുന്നത്? ആരാടാ ചിന്നു? അവളുടെ കാര്യത്തിന് പോകാനാണോ ഞാൻ ഇവളെയൊക്കെ? അമ്മേ, ഇത് കുറച്ച് കൂടുന്നുണ്ട്. മോനെ സർ വേണ്ട.